ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം നടത്താൻ അനുവാദമുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളൊഴികെ ഇന്ത്യൻ നിയമമനുസരിച്ച് ഒരേയൊരു വിവാഹം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹബന്ധം നടത്തുന്നതിനെയാണ് ബൈഗമി എന്നറിയപ്പെടുന്നത്. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വിവാഹമോചന കേസ് കോടതിയിൽ പെൻഡിങ്ങിലായിരിക്കെ അനുയോജ്യമായ മറ്റൊരു വിവാഹാലോചന വന്നാൽ എങ്ങനെ നടപ്പിലാക്കിയെടുക്കും എന്നാലോചിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. ആലോചിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ബന്ധങ്ങൾ പലപ്പോഴും വന്നു ചേരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും. പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റിവെച്ചാൽ ഒരുപക്ഷെ അത് നടക്കാതെയും വരാം. എത്രയും പെട്ടെന്നത് നടത്തിയെടുക്കാനുള്ള വ്യഗ്രതയിലായിരിക്കും ആ വ്യക്തിയും കുടുംബവുമുള്ളത്. നിലവിലുള്ള ബന്ധമോ എന്തായാലും തുടർന്നു പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വന്നതിനെ തട്ടിക്കളയണ്ട എന്ന് ചിന്തിക്കുന്നവരോട് ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം നടത്താൻ അനുവാദമുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളൊഴികെ ഇന്ത്യൻ നിയമമനുസരിച്ച് ഒരേയൊരു വിവാഹം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹബന്ധം നടത്തുന്നതിനെയാണ് ബൈഗമി എന്നറിയപ്പെടുന്നത്. ബൈഗമി ഇന്ത്യൻ ശിക്ഷാ നിയമം 494 പ്രകാരം ശിക്ഷാർഹമാണ്. 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം. ഇത്തരത്തിലൊരു രണ്ടാം വിവാഹം നടന്നതായി ബോധ്യം വന്നാൽ അഗ്രീവ്ഡ് കക്ഷിക്ക് ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന നിലയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാവുന്നതും മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ നിങ്ങളുടെ കംപ്ലൈൻറ്റ് ബോധിപ്പിക്കാവുന്നതുമാണ്. ഇവിടെ ഭാര്യയാണ് അഗ്രീവ്ഡ് കക്ഷിയെങ്കിൽ ഭാര്യയ്ക്ക് നേരിട്ടോ ഭാര്യയുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. എന്നാൽ ഭർത്താവിനാണ് പരാതിയുള്ളതെങ്കിൽ ഭർത്താവ് നേരിട്ട് പരാതി നൽകേണ്ടതാണ്. പരാതിയിൽ ഇത്തരത്തിലുള്ള ഒരു രണ്ടാമത് വിവാഹം നടന്ന സ്ഥലം, അതിൻ്റെ തീയതി, ഏത് രീതിയിലാണ് വിവാഹം നടന്നത്, സംഭവം കണ്ടുനിന്ന സാക്ഷികൾ, ഇതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. വിവാഹം നടന്നതിൻ്റെ രേഖ, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് ഇവയേതെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാക്കാവുന്നതാണ്. വിവാഹശേഷം ആധാർ കാർഡിലോ റേഷൻ കാർഡിലോ മറ്റ് രേഖകളിലോ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും ബോധിപ്പിക്കാവുന്നതാണ്. ഇത്തരം രേഖകൾ ഹാജരാക്കുന്നത് കൂടാതെ പരാതി നൽകുന്ന വ്യക്തിയുമായിട്ടുള്ള ആദ്യത്തെ വിവാഹത്തിൻ്റെ രേഖകൾ കൂടി ഹാജരാക്കേണ്ടതാണ്. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായ തെളിവാണ്. ആദ്യം നടന്ന വിവാഹത്തിന് യാതൊരു തെളിവുമില്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരിക്കുക, മതാചാരപ്രകാരം വിവാഹം നടക്കാതിരിക്കുക തുടങ്ങി യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യ വിവാഹം വിവാഹമായി കണക്കാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ വിവാഹമോചനവും ആവശ്യമായി വരുന്നില്ല. വിവാഹമോചനം നേടാതെ തന്നെ മറ്റൊരു വിവാഹം നടത്താൻ കഴിയുന്ന മറ്റു സന്ദർഭങ്ങൾ കൂടി നോക്കാം. 7 വർഷമായി തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് വ്യക്തമല്ലാതിരിക്കുക. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ മറ്റൊരു വിവാഹം കഴിക്കാവുന്നതാണ്. മറ്റൊരു എക്സെപ്ഷണൽ കാറ്റഗറിയാണ് അസാധു വിവാഹം. ഇത്തരം സന്ദർഭങ്ങളിലും ഡിവോഴ്സ് ആവശ്യമില്ല. ഈ വിഷയം ലാസ്റ്റ് വിശദീകരിക്കാം. ഫാമിലി കോടതിയിൽ നിന്ന് ഡിവോഴ്സ് അനുവദിച്ച് വളരെ ധൃതിയിൽ വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നവരുണ്ട്. ഇവിടെ അപ്പീൽ പീരീഡായ 30 ദിവസവും കോപ്പി ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ദിവസവും കൂടി കഴിഞ്ഞതിന് ശേഷം വേണം തീരുമാനമെടുക്കാൻ. മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ഒരു ഭാര്യ നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരു പുരുഷന് അനുവാദമുണ്ട്. ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് വേണം വിവാഹം കഴിക്കേണ്ടത്. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ തുല്യ പരിഗണന ലഭിക്കാൻ ഭാര്യമാർക്ക് അവകാശമുണ്ട്. തുല്യ പരിഗണന എന്നുള്ളത് ചിലവിന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു വിവാഹ ജീവിതത്തിലെ കടമകളെല്ലാം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കടമകൾ നിർവഹിക്കാതെ വന്നാൽ അഗ്രീവ്ഡ് കക്ഷിക്ക് ഡിവോഴ്സ് നേടാവുന്നതാണ്. കോടതിയിലൂടെ അല്ലാതെ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചാണ് വിവാഹമോചനം നേടുന്നതെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് കോടതിയിൽ നിന്നുള്ള ഡിക്ലറേഷൻ ആവശ്യമായി വരും. മുസ്ലിം പുരുഷന് ഒന്നിലധികം വിവാഹം കഴിക്കാൻ അനുവാദമുള്ളതിനാൽ ഡിക്ലറേഷൻ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വിവാഹം കഴിക്കാറുണ്ട്. എന്നാൽ മുസ്ലിം സ്ത്രീക്ക് ഡിക്ലറേഷൻ ആവശ്യമാണ്. മുസ്ലിം പേഴ്സണൽ ലോയിലെ ചില ഇളവുകൾ ഒഴികെ ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹബന്ധം നടത്തുന്നത് വോയിഡാണ്. എന്നാൽ ചിലരാകട്ടെ നിലവിലുള്ള വിവാഹബന്ധം തന്നെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു വിവാഹബന്ധം നടത്താറുണ്ട്. IPC 495 പ്രകാരം 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണത്. എന്നാൽ രണ്ടാമതൊരു വിവാഹം നടത്താതെ ലിവിംഗ് ടുഗദറിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇത്തരം നിയമങ്ങളൊന്നും ബാധകമാകുന്നതല്ല. വിവാഹം അസാധുവാകുന്ന സന്ദർഭങ്ങൾ കൂടി വിശദീകരിക്കാം. റദ്ദ് ചെയ്യുക എന്നാൽ വിവാഹം അസാധുവാക്കുക എന്നാണ്. അതായത് വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് വ്യക്തികൾ എത്തിച്ചേരുന്നു.
നടന്ന വിവാഹം വാലിഡ് അല്ലാത്തതിനാൽ അവരെ ഡൈവോഴ്സി എന്ന പദമല്ല പ്രയോഗിക്കുന്നത്, മറിച്ച് സിംഗിൾ, അൺമാരീഡ് എന്നൊക്കെയാണ്. മറ്റൊന്ന്, റദ്ദ് ചെയ്യുമ്പോൾ പരസ്പരമുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കുന്നതല്ല. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ വിഷയം മാത്രമായിരിക്കും പിന്നീട് പരിഗണിക്കപ്പെടുക. വിവാഹമോചനം പോലെ ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുന്ന ഒന്നല്ല. വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് റദ്ദ്. വിവാഹബന്ധം റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഭാര്യയ്ക്ക് വേറൊരു ഭർത്താവ് ഉണ്ടാവുകയോ ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടാവുകയോ അവർ ജീവിച്ചിരിക്കുന്നതായിട്ടോ മനസ്സിലാക്കിയാൽ, അതുപോലെ പ്രായപൂർത്തിയാകാത്ത സമയത്തുള്ള വിവാഹം, വിവാഹശേഷം ഇത് പ്രൊഹിബിറ്റഡ് റിലേഷനിൽ പെട്ടതാണെന്ന് കക്ഷികൾക്ക് ബോധ്യം വന്നാൽ, അതായത് ബ്ലഡ് റിലേഷൻ പോലെ. മറ്റൊന്ന്, വാലിഡ് കൺസെൻറ്റ് കൊടുക്കാൻ കഴിയാത്ത വിവാഹമാണെങ്കിൽ, മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ സ്വാധീനത്തിലാണ് കൺസെൻറ്റ് കൊടുത്തതെങ്കിൽ ഫോഴ്സ് ചെലുത്തിയുള്ള വിവാഹവും ഈ ഗണത്തിൽപ്പെടുന്നതാണ്. അതുപോലെ ചതിപ്രയോഗത്തിലൂടെ വിവാഹബന്ധം നടത്തുക, ഉദ്യോഗസ്ഥയാണെന്നോ ഉദ്യോഗസ്ഥനാണെന്നോ തെറ്റിദ്ധരിപ്പിക്കുക, ഇളയ കുട്ടിയെ കാണിച്ച് മൂത്ത കുട്ടിയെ കെട്ടിക്കുക എന്ന പ്രയോഗം പോലെയുള്ള ചതി നടക്കുക. മറ്റൊന്ന്, വിവാഹ സമയത്ത് സ്ത്രീ ഗർഭിണിയായിരിക്കുക, പകരുവാൻ സാധ്യതയുള്ള ലൈംഗിക രോഗങ്ങളുണ്ടായിരിക്കുക, മാനസിക ആരോഗ്യമില്ലാത്ത ആളാണെന്ന് തിരിച്ചറിയുക, അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശേഷിയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുക തുടങ്ങിയ കാരണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.